പിണറായി കാത്തിരുന്ന ഒരു ദിവസമാണ്, ഏറ്റവും ആഗ്രഹിച്ച ഒരു ദിവസം. ജസ്റ്റിസ് എസ് മണികുമാർ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായിരിക്കുന്നു. സർക്കാരിന്റെ ശുപാർശ തടഞ്ഞുവെച്ചിരുന്ന ഗവർണർ അംഗീകാരം നൽകിയിരിക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. കേരള നിയമനത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വിയോജനക്കുറിപ്പ് നൽകിയിരുന്നു. കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു എസ് മണികുമാർ. മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ സ്ഥാനത്ത് കാലാവധി പൂർത്തിയാക്കിയ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്കിന് പകരമാണ് ജസ്റ്റിസ് മണികുമാറിന്റെ നിയമനം. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ജഡ്ജി എന്നിവരെയാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കുന്നത്. ഏപ്രിൽ 24-നാണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ വിരമിച്ചത്. മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരിക്കെ 2019 ഒക്ടോബർ 11-നാണ് ജസ്റ്റിസ് എസ് മണികുമാർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയത്. അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറലായി പ്രവർത്തിക്കുമ്പോൾ 2006 ജൂലൈയിൽ മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്നു. കേരള ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച വേളയിൽ ചീഫ് ജസ്റ്റിസ് മണികുമാറിന് സർക്കാർ വക യാത്രയയപ്പ് നൽകിയത് വലിയ വിമർശനം ഉയർത്തിയിരുന്നു. കേരള ചരിത്രത്തിൽ ഇതുവരെ കേൾക്കാത്ത സംഭവമാണെന്ന നിയമവൃത്തങ്ങളിൽ തന്നെ ആരോപണം ഉയർന്നിരുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവരായിരുന്നു അന്ന് യാത്രയയപ്പ് നൽകിയത്. ഏകപക്ഷീയമായി ഒരു പേര് മാത്രം യോഗത്തിൽ അറിയിച്ചത് ജനാധിപത്യ വിരുദ്ധവും ദുരൂഹതയുണ്ട് എന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് വിയോജനക്കുറിപ്പിൽ പറഞ്ഞത്. ജസ്റ്റിസ് മണികുമാർ കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന കാലയളവിൽ നടത്തിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ നിഷ്പക്ഷവും നീതിയുക്തവുമായി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്ന ഉത്കണ്ഠയുണ്ട് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് എസ് മണികുമാറിനെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിച്ചത് ഉദ്ദിഷ്ട കാര്യങ്ങൾക്കുള്ള ഉപകാര സ്മരണ എന്നായിരുന്നു കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. താൻ പ്രതിപക്ഷ നേതാവായിരിക്കെ ഒന്നാം പിണറായി സർക്കാരിന്റെ അഴിമതി അന്വേഷിക്കാനുള്ള തന്റെ നിരവധി പെറ്റീഷനുകളിൽ തീരുമാനമെടുക്കാതെ അതിന്റെ മുകളിൽ അടയിരിക്കുകയാണ് ജസ്റ്റിസ് മണികുമാർ ചെയ്തത്. സ്പ്രിംഗ്ലർ, അതുപോലെ തന്നെ ബ്രൂവറി, പമ്പ മണൽക്കടത്ത്, ബെവ്കോ ആപ്പ് തുടങ്ങിയവയെല്ലാം തീരുമാനമെടുക്കാതെ സർക്കാരിനെ സഹായിച്ചയാളാണ് മണികുമാർ എന്നായിരുന്നു ചെന്നിത്തല ആദ്യ ദിവസം മുതലേ തന്നെ ആരോപിച്ചത്. എന്നിട്ടും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നടത്തിയ നിരന്തര പോരാട്ടം കാരണം സർക്കാരിന് ഇവയിൽ നിന്നെല്ലാം പിന്നാക്കം പോകേണ്ടി വന്നു. അന്നെല്ലാം സർക്കാരിനെതിരെ തെളിവുകൾ നിരത്തി നീതി തേടിയിട്ടും നടപടിയെടുക്കാതെ സർക്കാരിനെ സഹായിക്കുന്ന നിലപാടുകൾ എടുത്തയാള് എന്ന നിലയിൽ സുപ്രധാന പദവിയിൽ വെച്ചത് ആരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കാനാണെന്നാണ് രമേശ് ചെന്നിത്തല ചോദ്യങ്ങൾ ഉയർത്തുന്നത്. ഇത് സാധാരണ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. സർക്കാരിനെതിരായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഒരു നീതിയും പ്രതീക്ഷിക്കേണ്ട എന്നാണ് ചെന്നിത്തല പറയുന്നത്.